ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗയാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്തത്തെ നേരിടുന്നതിനുള്ള അടിയന്തര സഹായം കേന്ദ്രത്തിൽ നിന്നും നേടിയെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തല അദാലത്തുകൾ സംഘടിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 മണ്ഡലങ്ങളിൽ വോട്ടെണ്ണലിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്പോർട്സ് ലീഗ് ആരംഭിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗയാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. വിദേശ പാർലമെന്റുകളെ ഏറ്റവും കൂടുതൽ തവണ അഭിസംബോധന ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ മോദി ഇത് 14ാം തവണയാണ് രാജ്യത്തെ ഇത്തരത്തിൽ പ്രതിനിധീകരിക്കുന്നത്. ഗയാനയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും അദ്ദേഹം ഇന്ന് അഭിസംബോധന ചെയ്യും. കരീബിയൻ മേഖലയിലെ പ്രശസ്ത ക്രിക്കറ്റ് താരങ്ങളുമായും ശ്രീ മോദി സംവദിക്കും. 56 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാന സന്ദർശിക്കുന്നത്. ഗയാനയുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ഓർഡർ ഓഫ് എക്സലൻസ് ഗയാന പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഇർഫാൻ അലിയിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ഗയാനയിൽ ഇന്നലെ നടന്ന 2ാമത് ഇന്ത്യ കാരിക്കോം ഉച്ചകോടിക്കും ശ്രീ മോദി സംയുക്ത അധ്യക്ഷത വഹിച്ചു. ഡൊമിനിക്കയുടെ പരമോന്നത ദേശീയ ബഹുമതിയും അദ്ദേഹം ഡൊമിനിക്കൻ പ്രസിഡന്റ് സിൽവാനി ബട്ടനിൽ നിന്നും ഏറ്റുവാങ്ങി. മേപ്പാടി ഉരുൾപൊട്ടൽ ദുരിതത്തെ നേരിടുന്നതിനുള്ള അടിയന്തര സഹായം കേന്ദ്രത്തിൽ നിന്നും നേടിയെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സംസ്ഥാനത്തെ എംപിമാരുടെ യോഗത്തിന് തിരുവനന്തപുരത്ത് അധ്യക്ഷത വഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിനും സംസ്ഥാനം സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനും ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിന് കേന്ദ്രം അനുവദിക്കുന്ന ഗ്രാന്റ് വലിയ തോതിൽ കുറയുന്നതായും സംസ്ഥാനത്തിന് 24,000 കോടിയുടെ സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും മുഖ്യമന്ത്രി ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു. ധനസഹായം നൽകാത്തതിലുള്ള പ്രതിഷേധം ഗൌരവമായി പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്നും അദ്ദേഹം എംപിമാരോട് ആവശ്യപ്പെട്ടു. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അടുത്ത മാസം മുതൽ താലൂക്ക് തലത്തിൽ അദാലത്ത് സംഘടിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് അദാലത്ത് സംഘടിപ്പിക്കുക. കളക്ടറേറ്റിലെയും ബന്ധപ്പെട്ട താലൂക്കിലെയും പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാകും അദാലത്ത്. 2024 കേരള സ്പോർട്സ് ഭേദഗതി കരട് ബില്ലിനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട്, ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിൽ വോട്ടെണ്ണലിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാൾ രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. രാവിലെ 9 മണിയോടെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും ഈ മാസം 13-നായിരുന്നു വോട്ടെടുപ്പ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്നലെയാണ് നടന്നത്. വയനാട് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ മുന്നൊരുക്കത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ്. വയനാട് നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ കൽപ്പറ്റ SKMJ സ്കൂളിലും, കോഴിക്കോട് തിരുവമ്പാടി മണ്ഡലത്തിലെ വോട്ടുകൾ കൂടത്തായി സെന്റ് മേരീസ് LP സ്കൂളിലും, ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ അമൽ കോളേജ് മൈലമ്പാടി സ്കിൽ ഡെവലപ്മെന്റ് ബിൽഡിംഗിലുമാണ് എണ്ണുക. തപാൽ വോട്ടുകളെല്ലാം കൽപ്പറ്റ SKMJ സ്കൂളിലെ താൽക്കാലിക കെട്ടിടത്തിലുമാണ് എണ്ണുക. വോട്ടെണ്ണലിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട നിരീക്ഷകരും ജില്ലയിലെത്തിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ 64.54% വോട്ടായിരുന്നു രേഖപ്പെടുത്തിയത്. എന്നാൽ പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞത് മുന്നണികൾക്കിടയിൽ ചൂടേറിയ ചർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശങ്ങൾ അടങ്ങിയ പ്രസംഗത്തിൽ DGPയുടെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരുവല്ല കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി തള്ളി. സജി ചെറിയാന്റെ ശബ്ദ സാമ്പിളിന്റെയും പ്രസംഗത്തിന്റെയും ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവരുന്നതിന് മുൻപ് തന്നെ റിപ്പോർട്ട് സമർപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നടപടിയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. 2022 ജൂലൈ 3-ന് പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച ശ്രീ സജി ചെറിയാൻ മജിസ്ട്രേറ്റ് കോടതി കുറ്റവിമുക്തനാക്കിയതോടെയാണ് മന്ത്രിസ്ഥാനത്ത് തിരിച്ചെത്തിയത്. തുടരന്വേഷണ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കില്ലെന്നും വിഷയത്തെ നിയമപരമായി നേരിടുമെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. അതേസമയം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തുവന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR_News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്പോർട്സ് ലീഗ് ആരംഭിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. മികച്ച കായിക സംസ്കാരം വാർത്തെടുക്കുന്നതിനൊപ്പം കോളേജുകളിലെ അടിസ്ഥാന സൌകര്യ വികസനം കൂടി ലക്ഷ്യമിടുന്ന ഇത്തരമൊരു സംരംഭം രാജ്യത്ത് തന്നെ ഇതാദ്യമായാണ്. ഇതിന്റെ ഭാഗമായി എല്ലാ കോളേജുകളിലും സ്പോർട്സ് ക്ലബ്ബ് തുടങ്ങുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, കബഡി ഇനങ്ങളിലാണ് കോളേജ് ലീഗ് ആരംഭിക്കുകയെന്നും ഭാവിയിൽ കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. മനുഷ്യ വന്യജീവി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി വനം വകുപ്പ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതായി മന്ത്രി AK ശശീന്ദ്രൻ. പൊതുജന പങ്കാളിത്തത്തോടെ മിഷൻ ഫെൻസിംഗ് 2024 എന്ന പേരിൽ തീവ്രയജ്ഞ പരിപാടിക്ക് രൂപം നൽകിയതായും മന്ത്രി പറഞ്ഞു. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിഹാരങ്ങൾ കണ്ടെത്തുന്നത് വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന സേഫ് ഹാബിറ്റാറ്റ് ഹാക്കത്തൺ പരിപാടിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 55ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേള ഗോവയിൽ പുരോഗമിക്കുന്നു. 40-ലേറെ ചിത്രങ്ങളാണ് മേളയിൽ ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽപ്പെട്ട ചിത്രങ്ങളുടെ പ്രദർശനത്തിനും ഔദ്യോഗിക തുടക്കമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചലച്ചിത്ര ആരാധകരുടെയും സിനിമാ വിദ്യാർത്ഥികളുടെയും സജീവ പങ്കാളിത്തമാണ് മേളയിൽ കാണപ്പെടുന്നത്. നടൻ മേഘനാഥന് ജന്മനാടിന്റെ വിട. സംസ്കാര ചടങ്ങുകൾ ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. സിനിമാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ മേഘനാഥന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. കോഴിക്കോട് സ്കൂൾ കലോത്സവത്തിൽ ഗോത്ര കലാരൂപങ്ങൾ അരങ്ങിലെത്തി. കലോത്സവ മാനുവൽ പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് ഈ വർഷം പുതുതായി ഗോത്രകലകൾ ഉൾപ്പെടുത്തിയത്. കോഴിക്കോട് നിന്ന് ആകാശവാണി പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. മാനുവൽ പരിഷ്കരണത്തിന്റെ ഭാഗമായി ഈ വർഷം പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്രകലകളായ ഇരുള നൃത്തം, പാലിയ നൃത്തം, പണിയ നൃത്തം, മംഗലംകളി, മല പുലയ ആട്ടം എന്നീ ഇനങ്ങളാണ് സ്കൂൾ കലോത്സവങ്ങളിൽ അരങ്ങേറുന്നത്. തനത് സംസ്കൃതിയുടെ ഉദാത്ത മാതൃകകളായ കലാരൂപങ്ങൾ ഇരുകൈയും നീട്ടിയാണ് മത്സരാർത്ഥികളും ആസ്വാദകരും വരവേൽക്കുന്നത്. കോഴിക്കോട് നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പ്രത്യേകം വേദിയൊരുക്കിയാണ് ഗോത്രകലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നത്. പരമ്പരാഗതമായ നൃത്തച്ചുവടുകളും വാദ്യോപകരണങ്ങളുമാണ് കലകളിൽ കാണുന്നത്. ഫോക്ലോർ രംഗത്തെ വിദഗ്ധരാണ് വിധികർത്താക്കളായി എത്തുന്നത്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരമ്പര ഞായറാഴ്ച നെയ്യാറ്റിൻകര ആറാലുംമൂട് പുത്തനമ്പലം SNDP ഹാളിൽ നടക്കും. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന കഥയരങ്ങിൽ ചന്ദ്രമതി, VV കുമാർ, ഇളവൂർ ശ്രീകുമാർ, പ്രതാപൻ തുടങ്ങിയ കഥാകൃത്തുകൾ പങ്കെടുക്കും. തുടർന്ന് എഴുത്തുകാരനും നടനുമായ പ്രൊഫസർ V അലിയാർ നാടകം ജീവിതം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. കണ്ണൂർ ആയിക്കരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 4 മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിന് തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുന്നു. ഈ മാസം 17-നാണ് സംഘം ആയിക്കരയിൽ നിന്ന് പുറപ്പെട്ടത്. കടലിൽ കുടുങ്ങിയ ഇവരെ രക്ഷപ്പെടുത്താൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അറിയിച്ചു. പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അയ്യങ്കാളി സ്കോളർഷിപ്പിനായി അപേക്ഷകൾ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാം. ആവശ്യമായ രേഖകൾ സഹിതം ഈ മാസം 30-ന് മുൻപ് അപേക്ഷിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗയാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്തത്തെ നേരിടുന്നതിനുള്ള അടിയന്തര സഹായം കേന്ദ്രത്തിൽ നിന്നും നേടിയെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള MP-മാർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തല അദാലത്തുകൾ സംഘടിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 മണ്ഡലങ്ങളിൽ വോട്ടെണ്ണലിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്പോർട്സ് ലീഗ് ആരംഭിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.